ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളിതാ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിക്കനിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പിന്നെ ഒരു മാഗി ക്യൂബ് ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളകും പൊടി, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാല ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 3 വറ്റൽ മുളക് ഞാനിതാ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇതാ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ തേച്ചതിന് ശേഷം നമുക്കിതാ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി ഇതാ ഒരു സവാള, ഒരു തക്കാളി, മല്ലിയിലയും കൂടി അടിച്ചെടുത്തതാട്ടോ. ഇനി കുക്കറൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളൻ്റെയും തക്കാളീൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. കുക്കർ ഒരു വിസിലാവുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. അതിലുള്ള വെള്ളം നമ്മളിതാ മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതാ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ ചിക്കൻ 2 സൈഡും മുരിച്ചെടുത്തതിന് ശേഷം കുക്കറിലുള്ള കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതാ ആ വെള്ളം നമുക്ക് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ചോറിട്ട് കൊടുക്കാം. ഇനി ഇതാ ചോറിൻ്റെ മുകളിലും കൂടി നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നമ്മുടെ ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ചോറിൽ കിട്ടും. ഇനി ഇതാ അതിലേക്ക് 3 പച്ചമുളകും കൂടി നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതാ നമുക്ക് ഒരു പാത്രത്തിൽ തീയിൻ്റെ കനലെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ദം പൊട്ടിച്ച നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മന്തിയിലേക്ക് മയോണൈസും പിന്നെ ഉള്ളിൻ്റെ സോസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.